ഹലോ, ഇന്ന് നമ്മൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ നടക്കുന്നിടയിൽ കുറേ ഷോപ്പിംഗ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി നമ്മൾ സൂ പ്ലസ് സഫാരി കോംബോ സെലക്ട് ചെയ്തു. എന്നിട്ട് സഫാരി യാത്രയ്ക്ക് വേണ്ടിയുള്ള ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12:15 ആകുമ്പോഴേക്കും നമ്മുടെ ബസ് എത്തി. ബസ്സിലേക്ക് നമ്മൾ വേഗം കയറി ചെല്ലണം, കാരണം നമുക്ക് സീറ്റിംഗ് ഓപ്ഷൻ ഇല്ല. അതായത് ടിക്കറ്റിൽ ഇന്ന സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ സഫാരി യാത്രയുടെ തുടക്കം ആനയെ കണ്ടുകൊണ്ടായിരുന്നു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമുക്ക് ആകർഷണീയമായി തോന്നുന്ന ചില ഇടങ്ങളിൽ വണ്ടിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ളൊരു സമയം നമുക്ക് സഫാരി യാത്രയിൽ ഡ്രൈവർമാർ ഒരുക്കി തരുന്നുണ്ട്. പിന്നെ വണ്ടി നല്ല സേഫാണ്, നമ്മൾക്ക് ഒരു പേടിയും വേണ്ട അതിനുള്ളിൽ ഇരിക്കാൻ. തുടക്കത്തിലൊക്കെ മാനുകളുടെ കൂട്ടം തന്നെയാണ്. അത് തന്നെ നമ്മൾ കണ്ട് നമുക്ക് ഒരു മടുപ്പ് വരുന്നൊരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. കാരണം എന്തെന്നാൽ കാട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഭീകരന്മാരുണ്ടല്ലോ, സിംഹം, പുലി, അവരൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ടതാ കരടി. പക്ഷേ കരടിയുടെ ഫേസ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയില്ല, ആളല്പം ദൂരെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു പാറ മുകളിൽ ഇങ്ങനെ കിടക്കുന്നൊരു ദൃശ്യം നമ്മുടെ മനസ്സിലേ ഇല്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പം വണ്ടറായിപ്പോയി. മൂപ്പരിങ്ങനെ വളരെ കൂളായിട്ട് ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ നമ്മുടെയൊക്കെ ഷോ ഓഫിനെയൊക്കെ വളരെ കൂളായിട്ട് അവഗണിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ആളിതാ കണ്ടില്ലേ, ഇവർക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രകോപനമില്ല എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവർ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ ഒച്ചപ്പാടും ബഹളവും ശ്രദ്ധിക്കുന്നുണ്ട്, ബട്ട് നോ റെസ്പോൺസ്. അങ്ങനെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും റെസ്പോൺസ് അങ്ങോട്ട് മാറി. എന്താ കാരണം? കാട്ടിലെ രാജാവാണെന്ന് ചുമ്മാ ഒന്നുമല്ല കേട്ടോ വിളിക്കുന്നത്. ഇങ്ങനെയും കൂടെ കണ്ടപ്പോണ്ടായ റോമാൻസ് ഉണ്ടല്ലോ, പഴയ രജനീകാന്തിൻ്റെ സിനിമയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് ആയിരുന്നു. ഇനിയും ഒരുപാട് പേരുടെ വിശേഷങ്ങളും ഒരുപാട് സൂ വിശേഷങ്ങളും പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ.